നവകേരള സദസ്സ് അവസാനത്തോടടുക്കുമ്പോൾ ഇപ്പോൾ സഖാക്കളുടെ പിണറായി മോഡൽ രക്ഷാപ്രവർത്തനം അത്ര കണ്ട് അങ്ങോട്ട് ഏൽക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. കാരണം നവകേരള സദസ്സ് ആരംഭിച്ച അന്നു മുതൽ തന്നെ ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾക്ക് പാത്രമാകുന്നവരാണ് കേരളത്തിന്റെ അങ്ങേയറ്റം മുതലുള്ള കോൺഗ്രസുകാർ. അതുകൊണ്ട് തന്നെ നവകേരള സദസ്സ് അവസാനത്തോടടുക്കുമ്പോൾ ഒടുക്കം തിരിച്ചടിക്കാൻ തന്നെ കോൺഗ്രസും തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ പിണറായി മോഡൽ രക്ഷാപ്രവർത്തനം കോൺഗ്രസും തുടങ്ങിയെന്ന് പറയാം. കൊല്ലത്തെ ചിന്നക്കടയിൽ നവകേരള സദസ്സ് എത്തിയപ്പോൾ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഡിവൈഎഫ്ഇക്കാർക്കും കോൺഗ്രസിന്റെ വക തിരിച്ചു കിട്ടിയത് നല്ല ഒന്നാം തരം രക്ഷാപ്രവർത്തനമായിരുന്നു. കൊല്ലം നഗരമധ്യത്തിൽ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. യൂത്ത് കോൺഗ്രസിന്റെ അപ്രതീക്ഷിത നീക്കത്തിൽ ഡിവൈഎഫ്ഐ ഞെട്ടി എന്നതാണ് സത്യം. പോലീസ് സാന്നിധ്യത്തിലായിരുന്നു ഇരു വിഭാഗങ്ങളും ഏറ്റുമുട്ടിയത്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് കരുനാഗപ്പള്ളിയിലേക്ക് പോകുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചിന്നക്കടയിൽ കരിങ്കൊടി കാണിക്കാനെത്തിയത്. അതേസമയം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐക്കാർ തടഞ്ഞു. ഇതിന് പിന്നാലെ ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. ഇതോടെ ഡിവൈഎഫ്ഐയുടെ രക്ഷാപ്രവർത്തനം തല്ലുകൊള്ളലായി. വാൾപ്പയറ്റിന് സമാനമായി പ്രവർത്തകർ നടുറോഡിൽ വടിവീശി ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. പോലീസ് എത്തി പിന്നീട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. എന്നാൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനിടെ പോലീസ് ജീപ്പിൽ നിന്നും യൂത്ത് കോൺഗ്രസുകാർ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ പെപ്പർ സ്പ്രേയും പ്രയോഗിച്ചു. കൈയും കാലും കൊണ്ട് ചവിട്ടി ഒതുക്കുന്നതായിരുന്നു ഡിവൈഎഫ്ഐയുടെ രക്ഷാപ്രവർത്തന രീതി. അതാണ് ചിന്നക്കടയിലും സഖാക്കൾ ഉദ്ദേശിച്ചത്. എന്നാൽ പതിവിന് വിപരീതമായി രക്ഷാപ്രവർത്തകരെ തടയാൻ യൂത്ത് കോൺഗ്രസ് ആണ് ഇത്തവണ വടിയെടുത്തത്. ഇതോടെ ജീവനുകൊണ്ട് രക്ഷാപ്രവർത്തകർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് ഇത്തരമൊരു തിരിച്ചടി സഖാക്കൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ. തിരുവനന്തപുരത്ത് നിന്നടക്കം പോലീസിനെ എത്തിച്ചായിരുന്നു കൊല്ലത്ത് നവകേരള സദസ്സിന് സുരക്ഷയൊരുക്കിയത്.